പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പാരന്റ് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ മാതാപിതാക്കളുടെ അവസ്ഥകളും അവരുടെ സ്വഭാവങ്ങളും കൂടെ വീട്ടിലെ സാഹചര്യങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പതിയെ മക്കളിലേക്ക് കടക്കുന്നു. ചുരുക്കി നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, മക്കളുടെ വളർച്ചയിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉമ്മിപ്പും, രണ്ടാമത്തത് സാഹചര്യമാണ്. അപ്പൊ അത് രണ്ടും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മുന്നോട്ട് പോവുക. അവരെ അഡ്രസ്സ് ചെയ്ത് അതിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും മുൻനിർത്തി അതിനെപ്പറ്റി ചർച്ച ചെയ്ത് എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി ഓരോന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി ആ കുടുംബത്തെ ആ പഴയ കളർഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ് എന്റെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം. അത് എടുത്തു പറയാനുള്ള കാരണം തന്നെ ചെറിയൊരു അനുഭവം പറയാണ്. പണ്ടൊരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി വന്നിരുന്നു കോഫി ചായ കുടിക്കാൻ. കോഫി ഷോപ്പിൽ പോകാന്ന് പറഞ്ഞാൽ അത് എന്നും ഒരു ഹരാണല്ലോ. നല്ല കാപ്പിയും കുടിച്ച് നല്ല സ്നാക്സും, അത് വൈബ്രന്റ് സ്നാക്കുകളാണ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഉപ്പ ഒരു ഭാഗത്തുണ്ട് ഫോണില്, ഉമ്മ മറ്റൊരു ഭാഗത്ത് ഫോണിലുണ്ട്. ഓർഡർ എടുക്കാൻ വെയിറ്റർ വരുന്നു, മെനു കാർഡ് ആയിട്ട് വരുന്നു, മെനു കാർഡ് എടുക്കുന്നു, ഓർഡർ പറയുന്നു. വാപ്പ ഒരു ഭാഗത്ത് ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് മക്കൾ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ രണ്ട് മക്കൾക്ക് ഉത്തരം കൊടുക്കുന്നു. പക്ഷെ ഇവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അതിനനുസരിച്ചുള്ള ഒന്നും നടക്കണില്ല. ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മൾ കുടുംബത്തെ കൂട്ടി ഒരു ഔട്ടിങ് അല്ലെങ്കിൽ പുറത്തൊരു ഇരുത്തം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? നമ്മളെ വീട്ടിലെ സാഹചര്യമൊക്കെ ഒന്ന് ഒഴിവാക്കി അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു പുതിയൊരു അനുഭവം, പുതിയൊരു അനുഭൂതി കൊണ്ടുവരാന്നല്ലേ. അവിടെ പോലും ആ ഒരു അനുഭൂതി കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ ഒന്ന് പാളിയിട്ടുണ്ട് എന്നുള്ളതല്ലേ സത്യം. അപ്പൊ ഇൻഷാ അള്ളാ ആ രൂപത്തിൽ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബ സാഹചര്യങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മക്കൾക്കും മക്കളുടെ വളർച്ചക്കും വേണ്ട സഹായം കൊടുക്കുക. ഇതാണ് അടിസ്ഥാനത്തിൽ എൻഫെൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മളെ പാരന്റ് മെന്റർഷിപ്പ് പ്രോഗ്രാം. ഇൻഷാ അള്ളാ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് മെസ്സേജ് ചെയ്യാം. അവർക്ക് വേണ്ട സഹായങ്ങൾ, ദീനീപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും നമ്മൾ നൽകുന്നതാണ്. കൂടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ നമ്മളെ ആദ്യം ഗ്രൂപ്പിൽ കയറിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതൊക്കെ ഇൻഷാ അള്ളാ കൃത്യമായിട്ട് ഇനിയും കാണുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഒരു സഹായമായിക്കൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാ നമ്മൾക്ക് ഇന്ന് രണ്ട് സംസാരങ്ങളാണുള്ളത്. ഒന്ന് അജ്മൽ സി, അദ്ദേഹം എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ലേണിംഗ് സെറ്റപ്പിന്റെ സിഇഒ ആണ്. കൂടെ ഒരു അലുമിന ആണ് IIT-യിൽ നിന്നുള്ള. അതോടൊപ്പം രണ്ടാമതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ലുക്മാൽ ഹക്കീം അൽ ഹിക്കമിയാണ്. അദ്ദേഹം ഹിക്കമി ജാമിൽ ഹിന്ദ് അൽ ഇസ്ലാമിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹിക്കമിയാണോ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഫൗണ്ടർ കൂടിയാണ്. ഇൻഷാ അള്ളാ ആദ്യത്തെ സംസാരിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ലുക്മാൻ അൽ ഹക്കീം അൽ ഹിക്കമി ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ പരിപാടി കേൾക്കാൻ താല്പര്യത്തോടു കൂടി വന്ന എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കണില്ല? ഓഡിയബിൾ അല്ലേ? കേൾക്കാം. അൽഹംദുലില്ലാ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഞാൻ ആമുഖമൊന്നുമില്ലാതെ നേരെ ചില ചിത്രങ്ങൾ, ചില പിക്ചേഴ്സ് ഞങ്ങളെ കാണിക്കാനാണ് ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്, കാണുന്നുണ്ട്. നമ്മള് കുട്ടികളായിരുന്നു. നമ്മൾ ആരും എന്തല്ല, നേരെ ഈ പ്രായത്തിലേക്ക് ജനിച്ചു വന്നവരല്ല. നമ്മൾ നേരെ പാരന്റ്സ് ആയവരൊന്നുമല്ല. നമ്മൾക്കും ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളും
ഒരുപാട് അനുഭവങ്ങളും കഴിഞ്ഞു വന്നവരാണ് നമ്മളൊക്കെ. ആ ഒരു അനുഭവങ്ങൾ ഓർക്കുവാനും അത് അയവിറക്കുവാനും പറ്റുന്ന രൂപത്തിലുള്ള ചില പിക്ചറുകളാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണുണ്ട്. ഓരോ നിങ്ങൾ ശരിക്കൊന്നും ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ നമ്മളെ ഈ കവുങ്ങിന്റെ ഓല എന്ന് പറയും ഞങ്ങളെ നാട്ടില്, മലപ്പുറം ഭാഷയില്. അതിലിങ്ങനെ ഇരുന്ന് വണ്ടി രൂപത്തിൽ ഓടിച്ചു പോകുന്ന, അതേപോലെ തന്നെ ചെറിയ മരക്കഷ്ണങ്ങളൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് ഒരു വണ്ടി ഉണ്ടാക്കിയത്, കക്ക് കളിക്കാന്നറിയും ഞങ്ങളെ നാട്ടില്. അതേപോലെ തന്നെ ഇങ്ങനെ ഓടി വന്ന് പെട്ടെന്ന് കൈ താത്തി ആരാണോ ഉള്ളിൽ കുടുങ്ങുന്നത് അവരെ പിടിച്ചിതാക്കുന്ന, അതേപോലെ തന്നെ എന്താണ് കൊത്തുകളി എന്നൊക്കെ പല ഭാഗത്തും പറയപ്പെടുന്ന കളി. അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ കഴിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ മിഠായികൾ. അന്ന് നമുക്ക് എന്തില്ല, ഡയറി മിൽക്കും അതേപോലെ തന്നെ സ്നിക്കേഴ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നാരങ്ങ മിഠായി, കടിച്ചാവർച്ചി, അതേപോലെ തന്നെ തേൻ മിഠായികൾ, ഇങ്ങനെ ഒരുപാട് മിഠായികൾ. ഈ ചിത്രങ്ങൾ കണ്ട സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാനൊരു പോളിലേക്ക് പോവാണ്. നിങ്ങളെ സ്ക്രീനിൽ ഇപ്പോ ഒരു സാധനം വന്നിട്ടുണ്ടാകും. വന്നില്ലേ? ആ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ ഫീലിങ്സ് എന്ന് ഒന്ന് പോൾ ചെയ്യും. ഒരു 14 സെക്കൻഡ് സമയം തരാം. ഓക്കെ, വളരെ ഏകദേശം 88ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഇതിൽ ഇപ്പോൾ ഏകദേശം 60 ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു 80% ആളുകളും ഇപ്പൊ പോൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല എന്ന അഭിപ്രായം പറഞ്ഞത് 3 ആളുകളാണ്. ചെറിയ രൂപത്തിലുള്ള ഒരു നെസ്റ്റാൾജിയ, പഴയ കാലത്തേക്ക് നമ്മുടെ ഓർമ്മകളൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്നുള്ളത് ഒരു 21 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ഒരുപാട് കുസൃതികൾ ഓർമ്മ വന്നത് 31 ആളുകൾ. അതേപോലെ തന്നെ ഒരു കുട്ടിയായ ഫീലിംഗ് വളരെ കുറഞ്ഞ ആളുകളാണെങ്കിൽ 8 ആളുകൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോൾ എൻഡ് ചെയ്യാണ്. ഞാനത് നിങ്ങളോട് ചോദിക്കാൻ കാരണം, നമ്മുടെ കുട്ടിക്കാലം അതെന്തായിരുന്നു, നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്, അതൊന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ ഈ ഒരു പിക്ചറിലൂടെ, ഈ ചില ഓർമ്മകളിലൂടെ നമ്മൾ അങ്ങോട്ടാണ് പോയത്. കുട്ടികളായി എന്ന്, എന്റെ കുട്ടിത്തം എനിക്ക് തിരിച്ചു കിട്ടി എന്ന് വരെ പറഞ്ഞ ആൾക്കാർ ഇതിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? ഓടിക്കളിക്കുന്ന, ചാടി മറിയുന്ന, ഉമ്മാനെ പോയി, ഉമ്മ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോ ഉമ്മാനെ പോയിട്ട് ഇടങ്ങേറാക്കുന്ന മീൻസ് നമ്മളെ കുട്ടിത്തത്തിന്റെ ഭാഗമായിട്ട് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ളതല്ല. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് കളികളും ഒരുപാട് തമാശകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു വന്ന ആളുകളാണ് നമ്മള്, അല്ലെ? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. റോട്ടിലൂടെ JCB പോകുന്ന ശബ്ദം കേട്ടാൽ അത് കാണാൻ വേണ്ടിയിട്ട് വീടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഓടി വരുന്ന നമുക്ക് നമ്മളെ പിക്ചറൈസ് ചെയ്യാൻ പറ്റും. ആകാശത്ത് കൂടി ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദം കേട്ടാൽ ഓടി വന്ന് മാനത്തേക്ക് നോക്കി ഹെലികോപ്റ്റർ കാണുവാനും, വിമാനം പോകുന്നത് കണ്ടാൽ എടാ വിമാനം വരുന്നു, എടീ വിമാനം വരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കൂട്ടി കൈ ചൂണ്ടി അത് കണ്ട് ആസ്വദിക്കുവാനുമുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് താല്പര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതുണ്ടായിരുന്ന നമുക്ക് തന്നെ കുറെ മടിയുണ്ടായിരുന്നു, കുറെ വാശി ഉണ്ടായിരുന്നു, കുറെ ദേഷ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മള് കുപ്പിവള വേണമെന്ന്
ഉപ്പാനോട് വാശി പിടിച്ച ഒരുപാട് ഉമ്മമാര് ഇവിടെ ഉണ്ടാവും. ഉമ്മ മുറ്റം അടിച്ചു വാരാൻ പറഞ്ഞ സമയത്ത് അതിന് ദേഷ്യം കാണിച്ച, കുറുമ്പ് കാട്ടിയ അന്നത്തെ കുട്ടിത്തത്തിന്റെ ഓർമ്മകള് ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകും. ടൂറ് പോകാൻ നമ്മൾ അനുവാദം ചോദിച്ച നമുക്ക് അനുവാദം തരാത്ത പിതാവിനോടും മാതാവിനോടും ഡോറടച്ച് അതല്ലെങ്കിൽ ഡോറ് വലിച്ചടച്ച് ശബ്ദമുണ്ടാക്കി ദേഷ്യപ്പെട്ട നമ്മുടെ കുട്ടിത്തം, അതൊരു വേറെ ലെവലായിരുന്നു. നമുക്ക് ഇപ്പത്തെ ഭാഷ പറഞ്ഞാല് അതൊരു പക്ഷെ ഒരു നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഓർക്കുവാനോ അതല്ലെങ്കിൽ നടക്കുമെന്ന് വിചാരിക്കുവാനോ പറ്റാത്ത രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മുടെ കുട്ടിക്കാലം നമ്മൾ ചെലവഴിച്ചത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയ തലമുറയെ, നമ്മുടെ മക്കളെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ കുട്ടികളുടെ കുട്ടിത്തത്തിലെ സ്വാഭാവികതകൾ കുറെ ഉണ്ട്. അവരുടെ ഈ ഓടിച്ചാടി നടത്തവും കുത്തിപ്പിടിച്ച് കയറലും അതേപോലെ തന്നെ ചിരിയും കുറുമ്പും വാശിയും കരച്ചിലും പിടിച്ചിലും എല്ലാം അത് കുട്ടിത്തത്തിൽ ഉള്ളതാണ്, അവരുടെ കൊഞ്ചലുകളിൽ ഉള്ളതാണ്. അതിനെ നമുക്ക് അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം. അത് കുട്ടി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ മുട്ടിൽ എഴുതുന്ന അതല്ലെങ്കിൽ ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടീനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളായിക്കൊണ്ട് ആരൊക്കെയുണ്ടോ ഒരു 15-18 വയസ്സ് വരെ വരുന്ന എല്ലാ കുട്ടികളെയും ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ കുട്ടിത്തങ്ങളായിരിക്കും, ഓരോ പ്രായത്തിലും ഓരോരോ സ്വഭാവങ്ങളായിരിക്കും, അവരുടെ ഇഷ്ടങ്ങൾ വേറെ വേറെ ആയിരിക്കും. പണ്ടൊക്കെ കാലത്ത് നമ്മള് ചെറുപ്പത്തില് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള കുട്ടീനോട് ചോദിച്ചാൽ എന്താകണമെന്ന് ചോദിച്ചാൽ ഒരു പറയും JCB ഡ്രൈവർ ആകണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം. ഇതൊക്കെയാണോ അവർ കാണുന്ന അത്ഭുതങ്ങളുടെ മേൽ അവർ അതാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലമാണ്. അപ്പോ അതൊക്കെ കുട്ടിത്തത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മള് മനസ്സിലാക്കുക. അപ്പൊ കുട്ടി ജനൽമ ഓടിക്കയറും, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടില് എവിടെയെങ്കിലുമൊക്കെ കൊത്തിപ്പിടിച്ച് കയറുക എന്നുള്ളത് നമ്മളെ കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോഴേക്കും നമ്മൾ ഓടിച്ചെന്നിട്ട് ഈ കയറല്ലേ, നമ്മള് ഷൗട്ട് ചെയ്ത് നമ്മൾ ഒച്ച ഉണ്ടാക്കി നമ്മള് അവനെ ആക്ഷേപിച്ച് അപ്പത്തിനും അവന് കരച്ചിലായി പിടിച്ചിലായി. എന്താണ് ആ നിലക്ക് ആണോ അവിടെ ആ ഒരു സിറ്റുവേഷനെ നേരിടേണ്ടത്? അതല്ല, നമ്മൾ ആ കുട്ടി ഒരു അപകടകരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അപകടമില്ലാതെ അവന്റെ അടുത്ത് പോയി നിന്ന് വീഴാത്ത രൂപത്തിൽ അവനെ സംരക്ഷിക്കുന്ന ഒരു പാരന്റ് ആണോ? ഒരു അനിയൻ, ഒരു ജ്യേഷ്ഠനാണോ ആ അനിയനെ സ്നേഹിക്കുകയും അവന്റെ ഇഷ്ടങ്ങളെയും അഭിരുചികളെയും അംഗീകരിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിക്ഷണം എന്നുള്ളത് ഒരിക്കലും എന്താവരുത്, ശിക്ഷയാകരുത്. നമ്മൾ കുട്ടികളെ നന്നാക്കി വളർത്തണം, അത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ മകൻ ഏറ്റവും നല്ല നിലയിലെത്തണം, നമ്മുടെ മകൾ ഏറ്റവും ഉന്നത നിലയിലെത്തണം, എല്ലാവരുടെയും ആഗ്രഹമാണ്. ഒരാളും എൻ്റെ മോന് മോശമാവണമെന്നോ എൻ്റെ മകൾ അവള് കഴിവ് കെട്ടവളാകണമെന്നോ ഒരാളും ആഗ്രഹിക്കൂല. പക്ഷെ നല്ലത് വിചാരിച്ച് നമ്മൾ ശിക്ഷണം കൊടുക്കുമ്പോൾ അത് അവർക്കൊരു ബേർഡൻ ആയിക്കൊണ്ട് ഒരിക്കലും തന്നെ തോന്നാൻ പാടില്ല. അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നല്ല നിലക്ക്. മോളെ മോനെ അങ്ങനെ ചെയ്താൽ അതിന്റെ കുറവ്, അതിന്റെ പ്രശ്നം ഇതാണ്, അതിന്റെ പോരായ്മ ഇതാണ്. നമുക്ക് അങ്ങനെ എത്തിയാൽ, അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തീരുമാനത്തിലേക്ക്, അതല്ലെങ്കിൽ ശരിയായ തീരുമാനത്തിലേക്ക് കുട്ടിയും പാരന്റും ഒന്നിച്ചു ചേർന്നുകൊണ്ട് കടന്നു വരുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു പ്രയാസമില്ലാതെ നമ്മുടെ തീരുമാനങ്ങളെ അതല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ അംഗീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത് ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയിൽ, ഒരു സംസാരത്തിൽ, ഒരു സ്കൂളിൽ നിന്ന് ആ കുട്ടി TC വാങ്ങിപ്പോയി. TC വാങ്ങിപ്പോയത് ആ സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടി, ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി തീരുമാനിച്ചു ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഈ സ്കൂളിൽ ഇല്ല. അങ്ങനെ ഒരു ഏറെക്കുറെ കുട്ടികൾ അവര് എന്ത് ചെയ്തു, TC വാങ്ങിപ്പോയി. തിരിച്ച് ഒരു കുട്ടി ആ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്ന്, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിക്കുണ്ടായ ഒരു മാനസിക പ്രയാസത്തിൽ അതിനെ സംസാരിക്കുവാൻ വേണ്ടി ഈ ഉള്ളവനെ ഒന്ന് വിളിച്ച സമയത്ത് ഞാൻ അവനോട് ചോദിച്ചു, എന്നാ നിന്റെ ഇഷ്ടങ്ങള് ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞെടുത്താ പോരെ, ഉമ്മാക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഉപ്പാനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല,
ഇപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പായിട്ട് ഫീൽ ചെയ്യൂല. കാരണം ഉപ്പാക്ക് കുറെ തീരുമാനങ്ങൾ ഉണ്ടാവും. അതില് ഞാന് ഉപ്പാന്റെ തീരുമാനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങനെ പോണം. എന്തെങ്കിലേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രയാസം, എനിക്ക് അടി കിട്ടും, അല്ലെങ്കിൽ എന്നെ ചീത്ത പറയും. അതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു അനുഭവം ഈ അടുത്തുണ്ടായി. വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം ആണിത്. കാരണം നമ്മുടെ കുട്ടികളെ അവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ വളർത്തുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോക്കും. പഠന മികവ് വേണ്ടതാണ്. പഠനത്തിന് ശേഷം ജോലി, നല്ല ജോലി കിട്ടണം. പക്ഷെ പഠന മികവും ജോലിയും മാത്രമായിക്കൊണ്ട് കുട്ടിയെ വളർത്താൻ പാടില്ല. അതിനു വേണ്ടി മാത്രം നല്ല ജോലി കിട്ടണം, നന്നായിട്ട് പഠിക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കളെ വളർത്തണം. അങ്ങനെ മാത്രമുള്ള ഒരു വളർത്തൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ വെച്ചാല്, മാതാപിതാക്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ഉമ്മാക്കൊരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഉപ്പാക്കൊരു ആഗ്രഹം ഉണ്ടാവും, അതിന് മക്കളെ നിർബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഈ അടുത്ത് ഒരു സുഹൃത്ത് പങ്കുവെച്ചൊരു രസകരമായ ഒരു സംഭവം. ഒരു കോഴ്സ്, ഒരു 5 വർഷത്തെ ഒരു കോഴ്സ്. ആ കോഴ്സ് തുടങ്ങുമ്പോൾ അതിൽ 120 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തത്. 120 കുട്ടികൾ. 5 വർഷം കഴിഞ്ഞ് ആ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ പാസ് ഔട്ട് ആകുന്നത് 16 കുട്ടികൾ മാത്രമാണ്. ഈ 120-ൽ നിന്ന് 16-ലേക്ക് എങ്ങനെ കുറഞ്ഞു? ഈ 16 കുട്ടികളാണ് എന്ത് ചെയ്തത്? താല്പര്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, അതൊരു പാഷനായി കണ്ട് ഇതെനിക്ക് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന 16 ആളുകൾ അവരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഒട്ടുമിക്ക ആളുകളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് പാരന്റ്സിന്റെ നിർബന്ധം കൊണ്ടൊക്കെ വന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടി വന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ, പാരന്റ്സ് എന്നുള്ള നിലക്ക് നമ്മുടെ വിഷയത്തില് അവൻ ഇന്നത് പഠിക്കണം, അവൻ ഇന്നതാവണം, അവൻ ഇന്നോടത്ത് എത്തണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുമ്പോഴും ആ കുട്ടിയെ അറിഞ്ഞുകൊണ്ടായിരിക്കണം, കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. കുട്ടിയുടെ സ്കിൽ എന്താണ്, കുട്ടിയുടെ സ്റ്റൈൽ എന്താണ്, പഠനത്തിന്റെ സ്റ്റൈൽ എന്താണ്. ഇപ്പൊ പല കുട്ടികൾക്കും പല രൂപത്തിലാണ്. ഇപ്പൊ ചില കുട്ടികൾക്ക് കണ്ടാൽ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾക്ക് കേട്ടാൽ മതി, ചില ആളുകൾക്ക് കൊഗ്നിറ്റീവ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും പഠനത്തിന്റെ സ്റ്റൈൽ ഉണ്ട്. ഇപ്പൊ ഈ ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് ഒരു പാരന്റ് വന്ന സമയത്ത് കുട്ടി ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കണില്ല എന്നാണ് എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. പക്ഷെ അവർക്ക് മാർക്ക് ഉണ്ട്, എങ്ങനെ അത് മാർക്ക് കിട്ടണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി ഞാനും പഠിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പോ അവനെ കുറിച്ച് ഞാൻ പിന്നീട് ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോ അവൻക്കൊരു പ്രാവശ്യം കേട്ടാ മതി. അപ്പൊ കുട്ടിയുടെ പഠനത്തിന്റെ രീതി, കുട്ടിക്ക് ഒരു കാര്യം ഉൾക്കൊള്ളുവാൻ, തന്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് കയറ്റുവാൻ, ഫീഡ് ചെയ്യുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്, ആ സ്റ്റൈല് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കുട്ടിയെ അതിനനുസരിച്ചുള്ള പഠന രീതികളിലേക്ക് കൊണ്ടുപോവുക. അതേപോലത്തെ ഒരു കുട്ടീന്റെ സ്കില്ല്, ഇപ്പോ ചിലപ്പോ കുട്ടിക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും സ്കില്ല് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമ്മൾ ആ കമ്മ്യൂണിക്കേഷനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു കോഴ്സിലേക്ക് കൊണ്ടെത്തുകയോ അതല്ലെങ്കിൽ അത്തരം ഒരു ഫീൽഡിലേക്ക് കൊണ്ടെത്തുകയോ ചെയ്താൽ അവനത് പ്രയാസമായിട്ട് തോന്നും. അതേപോലെ തന്നെ അവനക്കൊരു പാഷൻ ഉണ്ടാവും. സ്കില്ല് മാത്രം പോരാ, അതിന്റെ പാഷനും നോക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കുട്ടിയുടെ ഇൻട്രസ്റ്റ്, കുട്ടിയുടെ വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ കുട്ടിയെ പഠിക്കുന്ന കാര്യത്തിൽ നിർബന്ധിക്കുന്നതും അതേപോലെ തന്നെ അവന്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒന്ന് പറയുവാനുള്ളത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് കുറവുണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ കഴിയില്ല. കഴിവ് കുറവുള്ള കുട്ടികൾ ഉണ്ടാകും, തീരെ പഠിക്കാൻ പറ്റാത്ത ലേണിംഗ് ഡിസബിലിറ്റികളുള്ള കുട്ടികൾ ഉണ്ടാകും. എന്നാൽ പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കുട്ടികൾ പഠനത്തിൽ നിന്ന് ഉഴപ്പി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ പാരന്റ്സ് നിർബന്ധിപ്പിക്കും, പഠിക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുട്ടികൾ വാശി പറഞ്ഞാൽ ചൊറ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുള്ളൂ എന്ന് പറഞ്ഞ അങ്ങനെ പറയണം. ഇതൊക്കെ പക്ഷെ കുട്ടികളിൽ ഒരു നെഗറ്റീവ് ആയിക്കൊണ്ടാണ് ബാധിക്കാറുള്ളത്. ഇതിൽ 3 കാര്യങ്ങളും. അതിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നിലക്ക് അവനെ പഠനത്തിലേക്ക്, അവന്റെ കാര്യങ്ങളിലേക്ക്
ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. കുറവുകൾ ഉണ്ടാകും, എല്ലാവരും ഒരേപോലെ അല്ല. ചില പാരന്റ്സ് ഒക്കെ കാണാൻ പറ്റും, മറ്റവനക്ക് ഫുൾ A+ ആണ്, എനിക്ക് എന്തേ 9 A+ ആയത്, അവനക്ക് 96% മാർക്ക്, എൻ്റെ അമ്മായിന്റെ മോക്ക് 96% മാർക്ക് ഉണ്ട്, അനക്കെന്തേ 92 ആയത്. 92 കിട്ടിയതിനെ കുറിച്ച് ആരും പറയില്ല, അതിനെ കുറിച്ചിട്ട് അധികം ആളുകളും അവരെ പ്രോത്സാഹിപ്പിക്കൂല. പോയ 8നെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ കുട്ടികളിൽ ഉണ്ടാകുന്ന കുറവുകൾ, ഏറ്റക്കുറച്ചിലുകൾ, അത് അവരുടെ എന്തല്ല ഒരു ഫൈനൽ അല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ഏറ്റവും വലിയ കുറവായിക്കൊണ്ടൊന്നും നമ്മൾ ഒരിക്കലും അതിനെ കാണാൻ പാടില്ല. അത് വേരിയേഷൻ എന്തായാലും ഉണ്ടാവും, പല സാഹചര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, തയ്യാറാവണം. കുട്ടികളിൽ ഇനി കുറവുണ്ടായാലും പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. ഒരു പരീക്ഷയിൽ തോറ്റു, അതൊക്കെ മാർക്ക് കുറഞ്ഞു, സാരില്ല, 10ാം ക്ലാസ് ആണോ കുഴപ്പമില്ല, +2 ആണോ കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് അതൊരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യമാകാമല്ലോ അത്. അപ്പൊ ആ നിലയ്ക്ക് കുട്ടികളെ ബാക്കോട്ട് പോകുമ്പോഴും, അവർക്കൊരു ടെൻഷൻ വരുമ്പോഴും, അവർക്ക് ഞാൻ ഒന്ന് കുറച്ച് പിറകോട്ട് പോയി എന്ന് തോന്നുമ്പോൾ പോലും അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റണം, പാരന്റ്സ് എന്നുള്ളതൊക്കെ. അതല്ലാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും തന്നെ പാരന്റ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ, പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കലാണ്. ഒരു അറിവ് മാത്രം, ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒരു സ്കൂളിൽ നിന്നും ഒരു ടീച്ചറിൽ നിന്നും മാത്രമല്ല നമുക്ക് എന്തുള്ളത്, പഠനത്തിനുള്ള വഴിയുള്ളത്, അറിവ് നേടാനുള്ള വഴിയുള്ളത് നമ്മുടെ അനുഭവങ്ങൾ. നമ്മുടെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ പോലും ഒരു കുട്ടിക്ക് അറിവ് കിട്ടുന്നുണ്ട്, അവൻക്ക് സ്കില്ലുകൾ കിട്ടുന്നുണ്ട്, അവൻക്ക് ബിഹേവിയറുകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ലേണിംഗ്. അതല്ലാതെ സ്കൂളിൽ മാത്രമല്ല ലേണിംഗ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഒരാൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അവൻക്ക് ആ പഠിച്ചത് പ്രകടിപ്പിക്കാനുള്ള സ്കില്ല് വേണം. ഇനി ആ സ്കില്ലും ഉണ്ട്, വാല്യൂ ഇല്ല, അവന്റെ അടുത്ത് അതിന് പറ്റിയ നല്ല ബിഹേവിയറുകൾ അവന്റെ അടുത്തില്ല, കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ പ്രക്രിയയാണ് ലേണിംഗ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. എല്ലാവരുടെയും അറിവിന്റെ ചുറ്റുപാടുകൾ അത് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ ചില പാരന്റ്സ് ഒക്കെ പല വിഷയത്തിലും കുട്ടികൾ എന്ത് ചെയ്യും, അവർ പഠിക്കണില്ല, മറ്റേതാക്കണില്ല എന്നിങ്ങനെ പരാതി പറയും. പക്ഷെ ആ കുട്ടി ഖുർആൻ ഓതാൻ അറിയാം, ആ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയാം, ആ കുട്ടിക്ക് വജ്ജത്തും അറിയാം. ഇതുവരെ പാരന്റ്സ് അതിനെ കുറിച്ചിട്ട് ഒരു കൺസേണും കാണിച്ചിട്ടുണ്ടാവില്ല, അവർ ചോദിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് അതൊരു പ്രയാസമായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള പാരന്റ്സിനെ നമുക്ക് കാണാം. അപ്പൊ മോറൽ സ്റ്റഡീസ് ഉള്ള, വാല്യൂസ് ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാർത്ഥികളായിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിക്കൊണ്ടുള്ള വെബിനാറുകൾ നമുക്ക് വരാനുണ്ട്. അത്തരം വെബിനാറുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിക്കൊണ്ട് കൂടുതൽ സംസാരിക്കാം. എൻ്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോ അല്ലെങ്കിൽ മറ്റടുത്ത വെബിനാറുകളിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിക്കൊണ്ട് സംസാരിക്കാം. ഫഹദ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് വിഷയം രസകരമായി കൊണ്ട് തന്നെ അവതരിപ്പിച്ചു തന്ന അദ്ദേഹത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം അടുത്തൊരു കിടിലൻ സംസാരം കൂടി നമുക്ക് വരാനുണ്ട്. അപ്പൊ എന്റെ സംസാരത്തിന്റെ ഒരു ദൈർഘ്യം നിങ്ങൾക്കത് കിട്ടുന്നതിനെ വൈകിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ നേരിട്ട് അജ്മൽ സിയെ ക്ഷണിച്ചു കൊള്ളുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ XNY ലേണിംഗിന്റെ സിഇഒയും അതോടൊപ്പം IIT മദ്രാസിലെ അലുമിനസും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഡീപ്പായിട്ടുള്ള അറിവിൽ നിന്നും ആ ശേഖരത്തിൽ നിന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കുന്ന ഈ ചുരുങ്ങിയ സമയത്തിൽ കിട്ടുന്നതെല്ലാം വാരിക്കൂട്ടണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അജ്മൽക്കെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന പാരൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓരോ പാരൻസിൻ്റെയും നിങ്ങളുടെ കുട്ടികളുടെ ഒരു ഏജ് എത്രയാണ്, മേ ബി നിങ്ങളുടെ ഒരു ഏറ്റവും ചെറിയ കുട്ടീൻ്റെ ഏജ് എത്രയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും എല്ലാവരും. സംസാരത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആരാന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ. ഓക്കെ, ഒരു 13-15 വയസ്സുള്ള കുട്ടികൾ മുതൽ ഒരു ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളുള്ള ആളുകൾ വരെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്നുള്ളൊരു വിഷയത്തിലാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ് എന്ന് മാത്രമല്ല, പല ഏജ് ഗ്രൂപ്പിലുള്ള പാരൻസിനും പല രീതിയിലായിരിക്കും ഇത് കൺവേ ചെയ്യപ്പെടേണ്ടി വരിക. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും, പല ഏജിലുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 20-25 മിനിറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ പ്രധാനമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഒരു പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലാക്കിംഗ് ആണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാ. അതോടൊപ്പം തന്നെ ഓൾറെഡി കുട്ടികളുടെ പഠനത്തിനെ കുറിച്ചും സ്കിൽസ് വാല്യൂസിനെ കുറിച്ചൊക്കെ മുൻപ് ഇവിടെ സംസാരത്തിൽ പരാമർശിക്കുകയുണ്ടായി. ഞാൻ സാധാരണ ഇത്തരം സെഷനുകളിൽ പാരൻസിനോട് ആദ്യം ചോദിക്കാറുള്ള ചോദ്യം, നമ്മുടെ കുട്ടികൾ റിട്ടയർ ചെയ്യുന്ന ഒരു ലോകത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാരന്റ്, അവൻ റിട്ടയർ ചെയ്യുന്നത് ഏകദേശം ഒരു എത്ര വയസ്സാകുമ്പോഴേക്കും, നമ്മൾ നോർമൽ നമ്മുടെ നാട്ടിലൊരു PSC സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഒരു 50-55 വയസ്സാകും അല്ലേ? അതായത് ഇനി 45 വർഷമുണ്ട്. ഇത് 2024 അതിലോട്ട് 45 കൂടി കൂടി എത്രയായി? 2069 ആയി. 2069. ഓക്കെ. അതായത് അത്രയും കാലം നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ പൊതുവെ എന്താ പറയാ, മനുഷ്യന്റെ ഒരു നോർമൽ ആയുസ് വെച്ചിട്ട് ജീവിക്കേണ്ട ആളുകളാണ് നമ്മുടെ കുട്ടികൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ ഒരു ചോദ്യം ആക്ച്വലി ഞാൻ എടുത്തിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ട്, സർ കെൻ റോബിൻസൺ. സർ കെൻ റോബിൻസന്റെ ഒരു ടോക്കിൽ നിന്നാണ്. അദ്ദേഹം ടെഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ടെഡ് എന്നുള്ളത് ഒരുപാട് ചെറിയ ചെറിയ ടോക്സ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ ചെറിയ സംസാരങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, ലോകത്തുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഒരു 10-15 മിനിറ്റിൽ വളരെയധികം കുറെ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ടോക്സ് ടെഡിൽ കാണാൻ പറ്റും. ഇപ്പൊ ടെഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ടോക്ക് സർ കെൻ റോബിൻസൺ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റിന്റെ ടോക്കാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങളുടെ കുട്ടികൾ റിട്ടയർ ചെയ്യുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ചോദ്യത്തിന് ഈ ചോദ്യത്തെക്കുറിച്ച് തന്നെ നമുക്കൊരു 15-20 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. ഈ ചോദ്യത്തിന് പല രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട് അല്ലെ? ഒന്നാമത്തത് എന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ്. ഒന്ന്, നമ്മുടെ കുട്ടികൾ ജീവിക്കേണ്ടത് 2020-കളിലോ അല്ലെങ്കിൽ 2030-കളിലോ അല്ല. നേരെ മറിച്ച് 2040-കളിലോ 50-കളിലോ 60-കളിലോ ഒക്കെ ജീവിക്കേണ്ട ആൾക്കാരാണ് അവർ. എന്തായിരിക്കും ആ കാലത്തിന്റെ ഒരു പ്രസക്തി എന്നുള്ളത്? അന്നത്തെ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും? കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നമ്മളൊന്ന് ആലോചിച്ചാല്, ഞാനിതാ ഇപ്പോ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എൻ്റെ കയ്യിലുള്ള ഒരു ഐഫോണാണ്. ഈ ഐഫോണിൽ എനിക്ക് ഇതേപോലത്തെ കോൾസ് അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ എനിക്ക് വീട്ടിലിരുന്ന് കയറാൻ പറ്റും, നിങ്ങളോടുമായി സംസാരിക്കാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റും അല്ലേ? എനിക്ക് എന്താ പറയാ, ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കാണാൻ പറ്റും. എനിക്ക് ലോകത്തെ എങ്ങോട്ടുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും, യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും, എന്തും സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയാ ആണ് ഈ ഒരു ക്ലാസ് നടക്കുന്ന വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനത് ഓൺലൈൻ ആയിട്ടില്ല, നിങ്ങളുമായി നേരിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അന്ന് എൻ്റെ കയ്യിലുണ്ടാവുക നോക്കിയ 1100 എന്ന് പറയുന്ന ഒരു ഫോണാണ്. നോക്കിയ 1100 എന്നുള്ളത് പഴയ എന്താ പറയുക, ടോർച്ച് ഫോൺ എന്നൊക്കെ പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഫോൺ ഇന്ന് നോക്കിയ 1100 ആണ്. ആ ഫോണും കൈ പിടിച്ചിട്ട് ഞാൻ പറയും, ഈ ഫോണൊന്നല്ല ഫോണ്, ഇങ്ങനത്തെ ഒരു ഫോണ് വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളൊക്കെ പറയാ? ഇതൊക്കെ എന്തോ ഭ്രാന്തൻ നടക്കാത്ത സ്വപ്നമാണെന്നായിരിക്കും അല്ലെ?
പക്ഷെ നമ്മൾ പോലും വിചാരിക്കാത്ത വേഗതയിൽ ലോകം മാറി ലോകം അപ്ഡേറ്റ് ചെയ്തു. നമ്മളും അതിനനുസരിച്ച് മാറി. നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്നുള്ളത്. ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ എല്ലാ കവലകളിലും ഒരു STD IST ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പോലും അറിയാതെ ഇപ്പൊ ഞാൻ ചിലപ്പോൾ പറയുമ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക, അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ. കാസറ്റുകളൊക്കെ നമ്മൾ കാസറ്റുകളും CD-കളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ CD ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല, DVD പോലും ആരും ഉപയോഗിക്കുന്നില്ല, പെൻഡ്രൈവ് ഉപയോഗിക്കുന്നില്ല, എല്ലാം ക്ലൗഡിലോട്ടായി. ഇനി ഞാൻ പറയാൻ പോകുന്നത് 2040-50 ആകുമ്പോഴേക്ക് ഇതിനേക്കാളും എത്രയോ മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെ വന്നിട്ടുണ്ടാവും, അല്ലെ? ചിലപ്പോൾ നമ്മുടെ ചുറ്റും റോബോട്ടുകളായിരിക്കും. നമ്മുടെ കാറുകളൊക്കെ എന്താ പറയാ, ഈ ട്രാഫിക്കിലൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ മേലെ കൂടി ആകാശത്തോടി പറന്നു പോയി നമ്മുടെ വീടിന്റെ മേലെ ലാൻഡ് ചെയ്യുന്ന കാറുകൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഭൂമിയിൽ അവരെ ജീവിക്കുക പോലും. ഞാൻ പറയുന്നത് നമ്മളെ കുട്ടികളിൽ നമ്മളിപ്പോൾ ഓൾറെഡി നല്ല ചൂടൊക്കെ കൂടി പ്രളയമൊക്കെ വന്നാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? ഒരു ചെറിയ മഴ പെയ്യുമ്പോക്കിന് പ്രളയം വരികയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ജീവിക്കുക വല്ല ചന്ദ്രനിലോ അല്ലെങ്കിൽ വല്ല മാർസിലൊക്കെ കോളനി ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ശനി ഞായറൊക്കെ നിങ്ങളെ എന്നെയൊക്കെ കാണാൻ നമ്മുടെ കുട്ടികൾ വല്ല സ്പേസ് ഷിപ്പിലൊക്കെ കയറി ഭൂമിയിലൊക്കെ വന്നു പോകും. ഭൂമിയിൽ ഒരു ഒറ്റപ്പെട്ട ജനവിഭാഗമായിട്ടൊക്കെ നമ്മൾ മാറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ലോകം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇത്രയധികം മാറിയതുപോലെ ഇതും മാറും. അപ്പോ ഈ ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കാനിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊന്ന് കൺവേ ചെയ്യാനുള്ള ഒരു സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ 2030-കളിലും 40-കളിലും ജീവിക്കേണ്ട ആൾക്കാരല്ല. ഇവിടെയുള്ള ഏജ് ഗ്രൂപ്പിൽ ആരുടെയും മക്കൾ. അവരൊക്കെ ഒരു സ്കൂളിങ് കഴിയുമ്പോഴേക്കും 2030s ആവും. അത് കഴിഞ്ഞ് ഒരു കോളേജിൽ പോകുമ്പോൾ, കോളേജൊക്കെ അന്ന് ഉണ്ടെങ്കിൽ 2040s കഴിയും. അങ്ങനെ 2040-കളിലും 50-കളിലും 60-കളിലും ലോകത്തെ ചലിപ്പിക്കേണ്ട, ലോകത്തിന്റെ ലീഡേഴ്സായി മാറേണ്ട ആളുകളാണ് നമ്മുടെ കുട്ടികൾ. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് പല ആംഗിളിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഒരു സ്കൂളിന്റെ ആംഗിളിൽ ഉത്തരം പറയാം, നമുക്കൊരു റിലീജിയന്റെ ആംഗിളിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും, പല ആംഗിളുകളിൽ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. ജനറലി പറയപ്പെടുന്ന ഉത്തരം കുട്ടികൾക്ക് അറിവ് നൽകുക, കുട്ടികളെ നല്ല മോറൽ വാല്യൂസ് ഉള്ള ആളുകളാക്കുക, നല്ല സിറ്റിസൺസും നല്ല സിവിലിയൻസും ആക്കുക, അവരുടെ ഒരു ഓൾറൗണ്ട് സ്കിൽ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുക എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് നമ്മുടെ കുട്ടികളെ ഫ്യൂച്ചർ റെഡി ആക്കുക എന്നുള്ളത്, അവരെ ഭാവിയിലേക്ക് തയ്യാറെടുപ്പിക്കുക. ഓക്കെ, അപ്പോൾ ആ ഭാവിയിലേക്ക് അവരെ തയ്യാറെടുപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് പാരന്റ്സിനോട് ചോദിക്കാനുള്ള ഇതിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഫ്യൂച്ചർ റെഡിയാണ്? ഇപ്പോൾ ഈ ഒരു ഫോണ് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ, നമ്മളെക്കാളും നന്നായിട്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത് ഉപയോഗിക്കും, അല്ലെ? നമ്മളെക്കാളും നന്നായിട്ട് ചിലപ്പോൾ നമ്മളൊരു 5 വയസ്സോ 10 വയസ്സുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടാക്കാൻ അവർക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത്, നമ്മുടെ കുട്ടികൾ കൺസ്യൂമേഴ്സ് മാത്രമായി മാറരുത്, അവർ ക്രിയേറ്റേഴ്സ് ആയി മാറണം എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ എന്തായരുത്? കൺസ്യൂമേഴ്സ് ആയി മാറരുത്, നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ ക്രിയേറ്റേഴ്സ് ആയി മാറണം. എന്താണ് വ്യത്യാസം? ഏതൊരു പ്രൊഡക്റ്റും ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളായിട്ട് മാത്രം നമ്മുടെ കുട്ടികൾ മാറിക്കഴിഞ്ഞാൽ നാളെയുടെ ലീഡേഴ്സ് ആയിട്ട് അവർക്ക് ഒരിക്കലും മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഈ 2050-കളിലും 60-കളിലും ജീവിക്കേണ്ട അവർ നാളെയുടെ ലീഡേഴ്സ് ആയി മാറണം എന്നുണ്ടെങ്കിൽ അവർ ഈ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാവണം. പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ ടെക്നോളജിക്കലി വളരെയധികം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവര് എന്താ പറയാ, അവരൊരു ഫോൺ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമൊന്നല്ല. ഈ ലോകത്തിന് വാല്യൂ ആഡ് ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മുടെ കുട്ടികൾ മാറണം എന്നുള്ളതാണ്. അവിടെ അത്തരം ഒരു ആംഗിളിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? നമ്മൾ കുറെ ചാലഞ്ചസ് കാണുന്നുണ്ട്, അല്ലെ? നമ്മുടെ കുട്ടികളൊക്കെ ഇതിൽ പറയുന്ന പല ആളുകളും ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം മിഡ് 2010s മുതൽ 2020s, 2010-ന്റെയും 2020-ന്റെയും ഇടയിൽ ജനിച്ച, അല്ലെങ്കിൽ 2010-ന് ശേഷം ജനിച്ച ആളുകളാണ്. ഓക്കെ, അതില് 13, 14, 15 അവര് ഒരു അൺഇന്റന്റഡ് സോഷ്യൽ എക്സ്പീരിമെന്റിന്റെ ഭാഗമാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞാല്
ഒരിക്കലും എന്താ പറയാ സോഷ്യൽ എക്സ്പീരിമെന്റ്, ഒരു സാമൂഹിക പരീക്ഷണം അൺഇൻറ്റൻറ്റഡ് ആയിട്ട് നടന്ന്, അതായത് ആരും പ്രത്യേകിച്ച് കരുതിക്കൂട്ടി നടത്തിയ ഒരു എക്സ്പീരിമെന്റ് ഒന്നല്ല, പക്ഷെ അവരെങ്ങനെയോ ആ ഒരു എക്സ്പീരിമെന്റിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതെന്താണ് ആ എക്സ്പീരിമെന്റ്? ആ എക്സ്പീരിമെന്റ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾ നേരെ ജനിച്ചു വീണത് സ്ക്രീനുകളിലോട്ടാണ് എന്നുള്ളതാണ്. അല്ലെ, നമ്മളാരും വിചാരിച്ചിട്ടൊന്നല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടല്ല. ഒരു ഐപാഡിന്റെ, ഐഫോണിന്റെ, സ്മാർട്ട് ഫോണുകളുടെ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളുടെ പാരന്റ്സ് ആണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്, അല്ലാത്തവരും ഉണ്ടാവാം. അപ്പൊ അവര് നേരെ സ്ക്രീനിലോട്ട് ജനിച്ചു വീണ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ നമ്മൾ ടീനേജേഴ്സ് എന്നല്ല, സ്ക്രീനേജേഴ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വിളിക്കേണ്ടത്. ഓക്കെ, അവർ ജനറേഷൻ ആൽഫയാണ്, ജനറേഷൻ ആൽഫ എന്നാണ് അവരെ ജനറേഷന്റെ കാര്യത്തിൽ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസുകളിലോട്ട്, സ്ട്രീമിംഗ് സർവീസുകളിലോട്ട്, സോഷ്യൽ നെറ്റ്വർക്കുകളിലോട്ട് ജനിച്ചു വീണ ആളുകളാണ്. ഇതിന്റെ പരാതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സോഷ്യൽ എക്സ്പീരിയൻസ്, ഇത് സാമൂഹിക പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്താവണം എന്നറിയണമെങ്കിൽ മേ ബി നമ്മളൊരു 4, 5, 6 കൊല്ലം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ഈ കുട്ടികളൊക്കെ എങ്ങനെ ടേൺ ഔട്ട് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ നമുക്ക് പരാതികൾ വ്യാപകമാണ്. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കുട്ടികൾ ഫുൾ ടൈം സ്ക്രീനിലാണ്, നമ്മുടെ കുട്ടികൾ എന്താ പറയാ ഫോണിലാണ്, അല്ലെ? ഇവിടെ തന്നെ ഞാൻ ചോദിച്ചാൽ ആ പരാതി പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോ എൻ്റെ അടുത്ത് ഒരു 2-3 മാസം മുമ്പ് ഞാനൊരു 6th മുതൽ 10th വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് എക്സ് ആൻഡ് വൈലാണ്. ഒരു 2000-ഓളം കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളിലെ ഒരു കുട്ടിയും പാരന്റും എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഉമ്മയും മോളും തമ്മിൽ വൻ പ്രശ്നമാണ്. ഉമ്മാന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, മോള് ഫുൾ ടൈം, മോള് ഫോണിന് അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ്. മോള് പറയുന്നത് ഞാൻ ഫുൾ ടൈം ഫോണിലൊന്നല്ല, പക്ഷെ എനിക്ക് ദിവസം ഒരു പ്രാവശ്യം എനിക്ക് ഫോൺ കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഓൾക്ക് ഇങ്ങനെ ഫുൾ ടൈം ഫോണിൽ ഇരിക്കണം എന്നുള്ള ഡിമാൻഡ് ഇല്ല. പക്ഷെ ഫോൺ എന്തുണ്ട്, ഓൾക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കിട്ടണം. ഞാൻ ചോദിച്ചാൽ നീ എന്താണ് ഫോണിൽ ഉപയോഗിക്കാറുള്ളത്? ഫേസ്ബുക്ക് ആണ്. ഞാനൊക്കെ ഒരു ഫേസ്ബുക്ക് ജനറേഷൻ ആണ്. അല്ല, അപ്പൊ എനിക്കറിയാം അടുത്ത ജനറേഷൻ എന്താണ്, ഇൻസ്റ്റാഗ്രാം ജനറേഷൻ ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും, ഞാൻ ഇപ്പോൾ കുറച്ച് സജീവമാണെങ്കിൽ പോലും, ഞാൻ അത്രത്തോളം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളാണ് ഇപ്പോഴും. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമാണ് ചോദിച്ചത്. അപ്പൊ അതുമല്ല, പിന്നെ എന്താണ് നീ ഫോണിൽ യൂസ് ചെയ്യുന്നത്, എന്ത് സോഷ്യൽ മീഡിയയാണ് യൂസ് ചെയ്യുന്നത്? അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എത്ര ആൾക്കാരെ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല, സ്നാപ്ചാറ്റ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളെ കുട്ടികളോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ സ്നാപ്ചാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് സ്നാപ്ചാറ്റ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്തിനാണ് ഇത് യൂസ് ചെയ്യണത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് നീ ചെയ്യാറുള്ളത്? ഞാൻ എന്നും സ്നാപ്ചാറ്റിൽ ഒരു ഫോട്ടോ എടുത്ത് അയക്കും, അതാണ് അവൾ ചെയ്യുന്നൊരു കാര്യം എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഫോട്ടോ എടുത്ത് അയക്കാറ്? അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചത്, എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്ത് പെൺകുട്ടികൾ ഇട്ടാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ അവൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ഭയം എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താ പബ്ലിക്കായിട്ട് ഫോട്ടോ അയക്കുകയാണോ, ഇൻസ്റ്റാഗ്രാമോ ഫോട്ടോ ഇടുകയാണോ? പക്ഷെ അല്ല, ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ സർക്കിളിലുള്ള എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രം അയക്കണം. എന്ത് ഫോട്ടോ അയക്കണം? നിന്റെ ഫോട്ടോ അയക്കണം? അല്ല, ഞാൻ എന്റെ ഫോട്ടോ ഒന്നല്ല അയക്കണേ, ഞാൻ ചിലപ്പോൾ ഒരു മേശന്റെ ഫോട്ടോ അയക്കും, അല്ലെങ്കിൽ വെറുതെ ഇരുട്ടിലൊരു ഫോട്ടോ എടുക്കും, എന്തെങ്കിലും ഒരു ഫോട്ടോ ദിവസം എനിക്ക് അയക്കണം. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു, എന്താണ് സംഭവം, എന്താണ് കാര്യം? അപ്പോ അവൾ എന്നോട് പറഞ്ഞു, അതിനാണ് സ്ട്രീക്ക് എന്ന് പറയും. നിങ്ങൾ എത്ര ആരെയും കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് പറയാം. സ്ട്രീക്ക് എന്ന് പറയും. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്ത് ചെയ്യണം, ഇവരിങ്ങനെ ഫോട്ടോസ് ഇട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, അങ്ങനെ ഇട്ടാൽ എന്താണ്, അത് മുടങ്ങിയാൽ അതൊന്നും സംഭവിക്കൂല. അത് ഇട്ടുകൊണ്ടിരുന്നാലോ ആ സ്ട്രീക്ക് എന്നുള്ളത് അവർക്ക് ഇങ്ങനെ കിട്ടും. എനിക്ക് 100 ദിവസം സ്ട്രീക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എനിക്ക് 100 ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് 680 ദിവസത്തെ സ്ട്രീക്ക് ഉണ്ട് എന്ന്. 680 ദിവസം. 680 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കൊല്ലായി. 2 കൊല്ലായിട്ട് ഒരു ദിവസം പോലും ഇടതടവില്ലാതെ അവളിങ്ങനെ ഫോട്ടോ ഇട്ടുകൊണ്ടേയിരിക്കുക. ഞാൻ അവളോട് പറഞ്ഞു, നീ ഇതിന് അഡിക്റ്റ് ആണ്. സമ്മതിച്ചില്ല. എനിക്കൊരു ഫോട്ടോ ഇട്ടാൽ മതി, ഞാൻ അഡിക്റ്റ് ഒന്നല്ല. ഞാൻ പറഞ്ഞ എല്ലാ കള്ളുകൂടിയന്മാരും ഇങ്ങനെ തന്നെ പറയാറുള്ളത്, വൈകുന്നേരം ഒരു പെഗ് അടിച്ചാൽ മതി, ഞാൻ കള്ള് എന്താ പറയാ, ഞാൻ അതിന് അഡിക്റ്റ് ഒന്നല്ല, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഒരു പെഗ് അടിക്കണം എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടികളുടെ എതിരോട്ട് സോഷ്യൽ മീഡിയ കയറി വരുന്നുണ്ട്. അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളത്? എസ്പെഷ്യലി അവരുടെ പഠനത്തെ ബാധിക്കുന്ന രീതിയിലോട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പോകും. കാരണം അൾട്ടിമേറ്റ്ലി വി ആർ ഡോപ്പമിൻ ഡ്രിവൺ. അതായത് ഇപ്പോ നമ്മളെ പല ഹാബിറ്റ്സും നമ്മൾ ഫോം ചെയ്യുന്നത് നമുക്ക് ഒരു നമുക്കതൊരു നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
എന്താ നിങ്ങളെല്ലാവരും പല്ല് തേക്കാറുണ്ടാവുമല്ലോ അല്ലെ? രാത്രി പല്ല് തേക്കാറുണ്ട്. രാത്രി പല്ല് തേക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഉത്തരം പറയട്ടെ. ഞാൻ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ ശ്രമിക്കാം. രാത്രി പല്ല് തേക്കുന്നത് എന്തിനാ? പല്ല് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, രാത്രി പല്ല് തേക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുകയാണ്. പല്ല് തേക്കുമ്പോൾ പത വരുന്നില്ല. സാധാരണ നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ പത വരുമല്ലോ, പത വരുന്നില്ല. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുക? പല്ല് തേക്കുമ്പോൾ പത വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യും? ഞാൻ നിങ്ങളെ മറുപടികൾക്കായിട്ട് കാത്തിരിക്കും. പേസ്റ്റ് കുറവാണ്, നോ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, തേച്ചില്ല എന്ന് ഫീൽ ചെയ്യും അല്ലെ, ഒന്നുകൂടി പേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പേസ്റ്റിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നും അല്ലെ. ആക്ച്വലി പെപ്സോഡന്റ് എന്നുള്ള കമ്പനിയാണ് ആദ്യമായിട്ട് ഈ പല്ല് തേക്കുന്ന ഒരു പരിപാടി, അതായത് പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്, പല്ല് തേക്കുന്ന പരിപാടിയല്ല, ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത് പെപ്സോഡന്റ് എന്നുള്ള കമ്പനി. അപ്പൊ ഈ പെപ്സോഡന്റ് എന്നുള്ള കമ്പനി ഇത് കൊണ്ടുവന്നപ്പോൾ ആരും ആദ്യം വാങ്ങിയില്ല. അപ്പൊ ഇവർ ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിലോട്ട് ഒരു ഫോമിങ് ഏജന്റ് ആഡ് ചെയ്തു. കെമിസ്ട്രിയിൽ ഫോമിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ പത ഉണ്ടാക്കുന്ന വസ്തു. അപ്പൊ ഇത് സോപ്പൊക്കെ തേക്കുന്ന എന്തോ പോലത്തെ ഒരു ഫീലിംഗ് അല്ലെ. അതാണ് നമ്മൾ പത എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് സോപ്പ് തേക്കുക, സോപ്പ് തേക്കുമ്പോൾ ക്ലീൻ ആവും. അതേപോലെ പത വരുന്നത് കൊണ്ട് ബ്രഷ് തേക്കുമ്പോഴും ക്ലീൻ ആവും. അല്ലാതെ ആ പത വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒരു ക്ലീനിങ് എഫക്റ്റ് ഒന്നും ഇല്ല. രണ്ടാമത്തത്, അവരതിൽ വേറൊരു സംഭവം ആഡ് ചെയ്തു, അതാണ് മിന്റ്. മിന്റ് കാരണം ഒന്നുമില്ല, പുതിന ആഡ് ചെയ്തു. ഈ പുതിന ആഡ് ചെയ്തുകൊണ്ടാണ് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ പത വരുന്നതിനോ പുതിനക്കോ പ്രത്യേകിച്ച് പല്ല് ക്ലീൻ ആവുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലേ. അപ്പോ അതെന്താണ്? അത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഡോപ്പമിൻ വർക്ക് ആവുന്നത് കൊണ്ടാണ്. അപ്പോ ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളിങ്ങനെ കാര്യമായിട്ട് എന്തോ ഇരുന്ന് ചെയ്യുന്നു, ഫോണില് ക്ലിങ് എന്ന് പറഞ്ഞൊരു ഒച്ച കേട്ട എടുക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇടങ്ങാറാണ് അല്ലെ. നമുക്ക് എടുത്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇടങ്ങാറാണ്. അത് എടുത്തു നോക്കുമ്പോൾ എന്താ കൂടുന്നത്? ഈ ഡോപ്പമിൻ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, ഡോപ്പമിൻ ലെവൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഡോപ്പമിൻ ലെവലിന്റെ ഇൻക്രീസിലാണ് നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹം തോന്നുന്നത്. നമ്മളിങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഒരു ഷവർമ തിരിയുന്നത് കാണുമ്പോൾ അത് വാങ്ങുന്നത് വിശപ്പുണ്ടായിട്ടല്ല, ഡോപ്പമിന്റെ ഒരു ഡിസയറാണ്. ഒരു ഡിസയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതറിയാം, അത് ടേസ്റ്റ് ഉള്ള സാധനമാണെന്ന് അറിയാം. അത് വാങ്ങുന്നു, തിന്നുന്നു, വിശപ്പ് മാറാണെന്നല്ല, ഒരു മാനസികമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഡോപ്പമിൻ ലെവല് ഭയങ്കരമായിട്ട് റേസ് ചെയ്ത ലെവലിലാണ് നമ്മുടെ കുട്ടികളൊക്കെ ഉള്ളത്. അവർക്ക് അറ്റൻഷൻ സ്പാൻ ബേസിക്കലി കുറവാണ്. ഓക്കെ, കാരണം അവർ നിരന്തരം പുതിയ കാര്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഇൻസ്റ്റാഗ്രാം ഒരു തവണ എടുത്ത പോസ്റ്റ് അടുത്ത തവണ നമ്മളിത് ഓണാക്കുമ്പോൾ താഴത്തോട്ട് എത്ര പോയാലും വരൂല, അത് കംപ്ലീറ്റ്ലി റീഫ്രഷ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതെന്താ കാരണം? നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. മൾട്ടിറ്റ്യൂഡ് ഓഫ് ചാലഞ്ച് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരുടെ ശ്രദ്ധയുമായി ബന്ധപ്പെട്ട്, അറ്റൻഷനുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചാലഞ്ച് ഉണ്ട്. രണ്ട്, അവരുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഓൺലൈൻ എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓൺലൈനിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നുള്ളതും പോസിബിൾ അല്ല, അവരുടെ ഫ്യൂച്ചർ റെഡിയാക്കുക എന്നുള്ളത് അല്ലെ. ഇങ്ങനെയുള്ള ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് ചാലഞ്ചുകളുടെ നടുവിലാണ് ആസ് പാരന്റ്സ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ട്. അതിന് നേരത്തെ പറഞ്ഞതിൽ അവരുടെ സ്കിൽസ് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഒരു കുട്ടിയുടെ ഒരു കുട്ടിയെ ഇപ്പൊ നമുക്കൊന്ന് ഗൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ പങ്കാണല്ലോ ചോദിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു സ്കൂളിൽ കൊണ്ടുപോയിട്ടാൽ കുട്ടിയുമായിട്ട് നമ്മുടെ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാധ്യത തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പലരും. എങ്ങനെയെങ്കിലും നമ്മളൊരു നല്ലൊരു സ്ഥലത്ത് കുട്ടികളെ കൊണ്ടുപോയിട്ടാൽ, നല്ലൊരു സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് കഴിയാവുന്ന ഒരു സ്കൂളിൽ നമ്മൾ കൊണ്ടുപോയിട്ടാൽ നമ്മുടെ ബാധ്യത അവിടെ തീർന്നു എന്നാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറുള്ളത്. പക്ഷെ അവിടെ അങ്ങനെ അല്ല.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികൾ ഒരു ടീച്ചറെ കൂടെ മേ ബി 1 മണിക്കൂറാണ് സ്കൂളിൽ സ്പെൻഡ് ചെയ്യുക. സ്കൂളിൽ മുഴുവൻ 6-7 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യുക. ബാക്കി 17 മണിക്കൂറും നമ്മുടെ കൂടെയാണുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്കൂളുകളൊന്നും അപ്ഡേറ്റഡ് അല്ല. നിങ്ങൾ പണ്ട് പഠിച്ച അതേ സിലബസ് തന്നെയാണ് നിങ്ങളുടെ കുട്ടികളും പഠിക്കുന്നത്. അതല്ലാത്ത പ്രത്യേകിച്ച് മാറ്റമൊന്നും സിലബസിൽ ഇപ്പോൾ കണക്കോ ഫിസിക്സോ ഒന്നും മാറൂല, പലതും അല്ല. അതേപോലെ തന്നെ ചരിത്രമൊന്നും മാറൂല, അതൊക്കെ ശരിയാണ്. പക്ഷെ കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും നമ്മുടെ സ്കൂൾ സിലബസുകളിലോ മറ്റോ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സിലബസ് വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ ഫ്യൂച്ചർ റെഡി ആക്കുക എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ, അല്ലേ? ശരിയല്ലേ? ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് നമ്മുടെ കുട്ടികളെ ഫ്യൂച്ചർ റെഡി ആക്കണം, ഭാവിയിലോട്ട് റെഡി ആക്കണം എന്നുള്ളതാണ്. അവർ റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള അപ്ഡേറ്റ്സ് നൽകണം. ആ അപ്ഡേറ്റ്സ് ആർക്കാ നൽകാൻ പറ്റുക? അത് ഒരിക്കലും സ്കൂളിനോ ടീച്ചേഴ്സിനോ നൽകാൻ പറ്റില്ല. പലപ്പോഴും ടീച്ചേഴ്സായി വരുന്ന ആളുകൾ ഒരു ഇന്റലക്ച്വൽ ലെവൽ നോക്കുമ്പോൾ പലപ്പോഴും താഴെയുള്ള ആൾക്കാരാണ് ടീച്ചറായി വരുന്നത്. നമ്മളൊരു സമൂഹത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ആളുകൾ എന്തായി പോകും, അവര് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകും. അത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ഒരു കോളേജ് പ്രൊഫസർ ലെവലിലോട്ട് പോകും. പലപ്പോഴും സ്കൂൾ ടീച്ചറായി വരുന്ന ആളുകൾ ഒരു ഇന്റലക്ച്വൽ ലാഡറിൽ താഴെ നിൽക്കുന്ന ആളുകളാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആവശ്യത്തിന് സാലറി ഓഫർ ചെയ്യുന്നില്ല. അപ്പൊ അവരെടുത്തുനിന്ന് നമ്മുടെ കുട്ടികളെ ഫ്യൂച്ചർ റെഡി ആക്കി കിട്ടാം എന്നുള്ള തോന്നൽ എന്തല്ല, അതൊരിക്കലും ശരിയല്ല. അല്ലെങ്കിൽ അതുകൊണ്ട് എല്ലാമായി എന്നുള്ള തോന്നൽ ഒരിക്കലും ശരിയല്ല. അവിടെയാണ് നമ്മൾ ആസ് പാരൻസ് കുട്ടികളുടെ പഠനത്തിൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഇടപെടേണ്ടത്. ഒന്ന്, അവർ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നിടത്ത് വലിയൊരു ഹെൽപ്പ് പാരൻസിന്റെ അടുത്തുനിന്ന് ആവശ്യമുണ്ട്. ഓക്കെ. ഇത് പല പാരൻസിനും ചെയ്യാൻ കഴിയാറില്ല. കാരണം നമ്മൾ ഭൂതകാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കുട്ടികൾ ഫ്യൂച്ചർ റെഡി ആവണം എന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. എൻ്റെ കാലത്ത് ഡോക്ടർ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ ആവുന്ന ഒരിക്കലും മോശം കാര്യമല്ല, ഏറ്റവും നല്ല വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടി ഡോക്ടർ ആവണം എന്തുകൊണ്ട്? ആ ഡോക്ടർമാർക്കൊക്കെ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് കുറെ പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഡോക്ടർ ആവണം എന്ന് ചിന്തിക്കുന്നു. അതല്ല, ഇത് വളരെ പ്രധാനമാണ്. ഒരു കുട്ടിക്ക് ഒരാൾക്ക് ജോലി ചെയ്ത് അയാൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അതോടൊപ്പം പ്രധാനമാണ് അയാൾക്ക് അതിൽ കഴിവുണ്ടോ, അയാൾ അതിന് സ്യൂട്ടബിൾ ആണോ, അയാളുടെ സ്വഭാവം അതിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കലി നോക്കേണ്ടതുണ്ട്. ശരിയല്ലേ? അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയായാലും നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിലല്ല അവർ ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലുമല്ല അവർ ജീവിക്കേണ്ടത്. അവർ ഭാവിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ കുട്ടിയുടെ ഒരു സ്കിൽ സെറ്റ്, ഏത് പ്രൊഫഷനിലോട്ട് അവൻ പോകണം, ഏത് രീതിയിലാണ് അവന് മെച്ചപ്പെടാൻ സാധിക്കുക, ഏതൊക്കെയാണ് അവന്റെ ഏരിയകൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ പാഷനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്കും പാഷൻ ഉണ്ടാവും. കളിക്കുക എന്നുള്ളത് എസ്പെഷ്യലി ചെറിയ പ്രായത്തിൽ അവരുടെ പാഷൻ ആയിരിക്കും. ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക. പക്ഷേ അവരതൊക്കെ ചിലപ്പോൾ ഒരു കരിയർ ആക്കാനോ അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസപരമായി അതിലൂടെ മുന്നേറാൻ അവർക്ക് സാധിച്ചോണമെന്നില്ല. ഇവിടെയാണ് അവരുടെ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രസക്തമായി മാറുന്നത്. അപ്പൊ കഴിവുകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് 3-4 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, അവരുടെ സ്കൂൾ പഠനത്തിൽ അവരുടെ സ്കൂൾ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവർക്കുള്ള മാർക്കുകളോ വെച്ചൊക്കെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സ്കൂളിൽ ചിലപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ പോലും അവരുടെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ നിൽക്കുന്നത് ചിലപ്പോൾ അവരായിരിക്കും. അപാരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കുട്ടികൾ ഉണ്ടാവും, അല്ലെ? എന്തൊരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ മുന്നിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. നന്നായി പാടാനോ നന്നായി പ്രസംഗിക്കാനോ നന്നായി എഴുതാനോ കഴിയുന്ന കുട്ടികളുണ്ടാവും. ഓക്കെ. ഇതിൽ പലതും സ്കൂളിൽ മെഷർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്കൂളിലെ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റുകൾ, ഞാൻ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റുകളെ കുറെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും അത് അണ്ണാനും മൊയലും തമ്മിൽ ഒരു ഓട്ട മത്സരം നടത്തിയാൽ അങ്ങനെ ഉണ്ടാവും. അണ്ണാനും മൊയലും തമ്മിൽ ഒരു മരംകയറ്റ മത്സരം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് പലപ്പോഴും പരീക്ഷകൾ ഉണ്ടാവുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളുടെ സ്കിൽസിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ എസ്പെഷ്യലി ടീനേജ് പാരൻസിനോട് പറയാനുള്ളത്, അവരുടെ സ്കിൽസും അവരുടെ ആഗ്രഹങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പാരന്റും സ്റ്റുഡന്റും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നിടത്ത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു ഏരിയയിൽ പോകുന്നിടത്ത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും. കാരണം പാരന്റ് ചിന്തിക്കുക എന്താ, എനിക്ക് എൻ്റെ ഒരു ലോകപരിചയം വെച്ചിട്ട് ഇന്ന കാര്യങ്ങളാണ് ശരി. പലപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ചിലപ്പോൾ പാരന്റ് ചിന്തിച്ചോണമെന്നില്ല.
കുട്ടി ചിന്തിക്കുക എന്താ വെച്ചാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ, ഞങ്ങളൊരു സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാം കാലഘട്ടത്തിൽ എന്താണ്, ഇതാണ് ശരി. ഓക്കെ, അപ്പൊ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും പാരന്റ്സും കുട്ടികളും തമ്മിൽ ഉണ്ടാവും. ഇതിലൊരു ഓപ്പൺ കോൺവെർസേഷൻ വേണം. ഓപ്പൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത് നിങ്ങളും മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് സംസാരിക്കണം, കുട്ടികളും മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് നിങ്ങളുമായി കാര്യങ്ങൾ പങ്കുവെക്കുന്നവരാവണം. ഒരു പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യാൻ നമ്മളും കുട്ടികളും പ്രാപ്തരാകും. ചിലപ്പോൾ കുട്ടികൾ പ്രാപ്തരായാലും നമ്മൾ പ്രാപ്തരാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാരന്റ്സിനോട് പറഞ്ഞത് നമ്മൾ പ്രാപ്തരാവണം എന്നുള്ളത്. ഇപ്പോ ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുക്കുക, ഒരു കരിയർ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം സ്കിൽ സെറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. ഫോർ എക്സാമ്പിൾ, അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താന്ന് തീരുമാനിക്കുന്നത് കൂടിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയറാണ്. ഞാൻ 4 വർഷമായിട്ട് എൻ്റെ ഓഫീസിൽ പോയിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. 4 വർഷമായിട്ട് 3-4 ദിവസം മാത്രമാണ് ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ടുള്ളത്. എൻ്റെ ഭാര്യ ഡോക്ടറാണ്. അവളെ എന്നും എന്ത് വേണം, അവളെ എന്നും അവളുടെ കോളേജിൽ പോയേ പറ്റുള്ളൂ, അല്ലെ? അവളെന്നും കോളേജിൽ പോയേ പറ്റുള്ളൂ. റൈറ്റ്? കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ. എൻ്റെ കുട്ടി ഒരു ഡോക്ടർ ആവണം, ഒരു ഗൈനക്കോളജിസ്റ്റ് ആവണം, എന്നാൽ ഞാൻ 9 to 5 വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ശരിയല്ലേ? ഏത് സമയത്ത് ഒരാൾ പ്രസവിക്കാം, അല്ലെ? എന്നാൽ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാവും, ഞാൻ 9 to 5 വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റും. അതാ ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ 9 to 5 വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, 24/7 വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, ലൈഫിൽ ഫ്ലെക്സിബിലിറ്റി വേണ്ടവരുണ്ടാവും, വേണ്ടാത്തവരുണ്ടാവും, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ആവശ്യമുള്ളവരുണ്ടാവും, ഓഫീസിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പല ഏരിയകളിൽ എക്സ്പോഷർ നൽകുക എന്നുള്ളത് പലപ്പോഴും സ്കൂളിൽ നിന്ന് നടക്കാത്ത കാര്യം. എൻ്റെ അടുത്ത് +1 +2 കഴിഞ്ഞിട്ട് പല കുട്ടികളും ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്നെ വിളിക്കുന്നു, പാരന്റ്സ് വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കും, എൻ്റെ കുട്ടിക്ക് എത്ര മാർക്ക് ഉണ്ട്? സ്കൂളിൽ ഉഷാറായി മാർക്ക് ഉണ്ടാവും, A+ ഉണ്ടാവും, മുഴുവൻ മാർക്ക് ഉണ്ടാവും. എന്നിട്ട് എൻ്റെ കുട്ടി എന്തിലോട്ടാ പോകേണ്ടത്? 15 കൊല്ലമായിട്ട് 18 കൊല്ലമായിട്ട് ആ കുട്ടിയുടെ കൂടെ ജീവിക്കുന്ന പാരന്റിന് അറിയില്ല എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് സംസാരിച്ച് എനിക്കാണോ അറിയാം ആ കുട്ടി എവിടെ പോകണം എന്നുള്ളത്? അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആരെ ബാധ്യത? അത് ടീച്ചർമാരുടെയോ അല്ലെങ്കിൽ കരിയർ കൗൺസിലർമാരുടെ ബാധ്യതയല്ല, അത് പാരന്റ്സിന്റെ ബാധ്യതയാണ്. നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകേണ്ട ഒരു 4-5 ഏരിയകൾ കണ്ടെത്തുക എന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും, നിങ്ങൾ പാരന്റ്സിന്റെ ബാധ്യതയാണ്. ഈ ബാധ്യതാ നിർവഹണമാണ് പാരന്റ്സ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനമായി നിർവഹിക്കേണ്ടത്. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ, സ്കില്ലുകൾ എന്തിനാന്നുള്ളത് കണ്ടെത്തും. അത് ചിലപ്പോൾ പല വിഷയങ്ങളിലാവാം, ചിലപ്പോൾ അവരുടെ സോഫ്റ്റ് സ്കിൽസുമായി, നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനോ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടതാവാം. ഇത് വെച്ചിട്ട് അവർക്ക് എക്സ്പോഷർ നൽകണം. എക്സ്പോഷർ നൽകുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷേ നമ്മുടെ അറിവിലുള്ള ആളുകളുമായിട്ട്, പല ആളുകളായിട്ട് അവരെ പരിചയപ്പെടുത്തണം. ഉദാഹരണത്തിന് ഡോക്ടറുമായിട്ട് നമ്മളെ കുട്ടി സംസാരിക്കട്ടെ, ഒരു അക്കൗണ്ടന്റുമായി സംസാരിക്കട്ടെ, ഒരു ബിസിനസ്സുകാരനുമായി സംസാരിക്കട്ടെ, ഒരു അധ്യാപകനുമായി സംസാരിക്കട്ടെ. അവരുടെ ലൈഫിലുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ അവർ മനസ്സിലാക്കട്ടെ. എന്നിട്ട് അവർ ഡിഷ് എടുക്കട്ടെ. ഈ ഡിഷൻ തുടങ്ങേണ്ടത് ഞാനിത് സംസാരിക്കുന്ന ഒരു +1 +2 ഉള്ള ആൾക്കാരെ കുറിച്ചല്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് കൂടിയാണ്. അവർക്ക് കൂടി ഇത്തരത്തിലൊരു കാഴ്ചപ്പാട് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് പാരന്റ്സ് അവെയർ ആവണം. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാരന്റിങ് അഡ്വൈസ് എന്നുള്ളത്, ഞാൻ ഇപ്പോഴൊന്നും കേട്ടാൽ, ഒരു ക്ലാസ്സിലും കേട്ടല്ല, ഞാൻ ഒരു ചെറിയ കുട്ടിയായപ്പോൾ എൻ്റെ സ്കൂളിൽ ഇതേപോലെ ഒരു പാരന്റിങ് ക്ലാസ് എടുക്കാൻ വന്ന ഒരാള് പറഞ്ഞു കേട്ട ഒരു സംഭവമാണ് എന്ത്, ഞാൻ കേട്ട ഏറ്റവും വലിയ അഡ്വൈസ് എന്നുള്ളത്. അതിങ്ങനെയാണ്: ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ. ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അർത്ഥയുക്തമായിട്ടുള്ള ഒരു പാരന്റിങ് അഡ്വൈസ് എന്നുള്ളത്. നിങ്ങളാകുന്ന ടാങ്കിൽ എന്താണോ ഉള്ളത് അതെ അതിന്റെ താഴെ നമ്മൾ തിരിക്കുന്ന ടാപ്പിൽ വരുള്ളൂ, അല്ലെ? അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിവുണ്ടാവണമെങ്കിൽ നമുക്ക് കൂടുതൽ അറിവുണ്ടാവണം, നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള പണി എന്നുള്ളത് ആഴ്ചയിൽ 1-2 ദിവസം വരുന്ന ഒരു പത്രത്തിലൊരു വിദ്യാഭ്യാസ കോളം നമ്മൾ എടുത്തൊന്ന് വായിക്കണം. ഓക്കെ, അത് മാത്രം നമ്മൾ വായിച്ചാൽ തന്നെ നമ്മൾ വളരെ അവെയർ ആയിട്ടുള്ള പേരൻസ് ആയിട്ട് മാറും. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത്, ഓൺലൈനിലെ പോസിബിലിറ്റീസ് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താം. ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് സമയത്ത് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ല നടപ്പിലാക്കിയത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ റിമോട്ട് എഡ്യൂക്കേഷനാണ് നടപ്പിലാക്കിയത്. അതായത് ഒരു ടീച്ചർ സ്കൂളിൽ എന്ത് ചെയ്യുന്ന, അതൊരു ക്യാമറക്ക് മുമ്പിൽ, ഒരു ഫോണിന് മുമ്പിൽ വന്ന് ചെയ്യുന്ന അതേ കാര്യം ചെയ്തു. അത് റിമോട്ട് എഡ്യൂക്കേഷനാണ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ല.
ഞങ്ങൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ചെയ്യുന്നത് ഓരോ കണ്ടന്റും എന്താ പറയാ ചെറിയ ചെറിയ വീഡിയോ കണ്ടന്റുകളാക്കി മാറ്റി അതിലൊരുപാട് സിമുലേഷൻസ് ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കുട്ടികൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ചെയ്യുന്നതിലപ്പുറം ലോകത്തുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, MIT പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഓൺലൈൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വെച്ചാൽ, ഓരോ കുട്ടിക്കുള്ള കഴിവുകൾ വളരെ വ്യത്യസ്തമാവും. ഈ വ്യത്യസ്തമായ കഴിവുകളിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് എവിടെ നിന്നാണ് കിട്ടുക? അത് ഓൺലൈനിലായിരിക്കും അവൈലബിൾ. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് ആർക്കിയോളജിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവനെ സ്കൂൾ ഹിസ്റ്ററി ടീച്ചറോട് ചോദിച്ചാൽ ഒന്നും കിട്ടൂല. പക്ഷെ അവന് ഓൺലൈനിൽ ചിലപ്പോൾ സ്റ്റാൻഫോർഡിൽ ഒരു പ്രൊഫസർ അടുത്ത് പഠിക്കാൻ സാധിക്കും. ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്ന് അവന് വീട്ടിലിരുന്ന് പഠിക്കാൻ സാധിക്കും. ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. മാത്സ് പഠിക്കണമെങ്കിൽ ജിയോജിബ്ര പോലത്തെ റിസോഴ്സസ് ഉണ്ട്. സയൻസ് പഠിക്കണമെങ്കിൽ ഫെറ്റ് പോലത്തെ റിസോഴ്സസ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ കോഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ജൂനിയറും ബ്ലോക്ക്ലി ഉണ്ട്. ഇനി ആർട്സോ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇനി ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്കോ കിഡ്സോ ഖാൻ അക്കാഡമിയോ പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഖാൻ അക്കാഡമി കിഡ്സ് എന്നുള്ളത്. ചെറിയ കുട്ടികൾക്ക് ഇന്ന് എന്താണ് സ്ക്രീനിൽ നന്നായി എന്താ പറയാ മറ്റ് അഡിക്ഷൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഒരുപാട് എക്സസൈസ് ഫ്രീ ആയിട്ട് ഖാൻ അക്കാഡമി കിഡ്സിലൊക്കെ അവൈലബിൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിസോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. ആ റിസോഴ്സസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനം. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. അവനെ ഇപ്രാവശ്യം IIT-യിലോട്ട് അഡ്മിഷൻ നേടി. 3000 റാങ്ക് അവൻ JEE എന്ന് പറയുന്ന വളരെ ടഫായിട്ടുള്ള എക്സാമിൽ നേടി. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. അപ്പൊ വന്നിട്ട് ഞാൻ ചോദിച്ചവനോട് നീ എങ്ങനെയാണ് പഠിച്ചത്? ഞാൻ അവൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. അപ്പൊ ഇന്ന് യൂട്യൂബിലുണ്ട്, എന്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നലെ അടുത്ത ഫാസിൽ എന്ന് പറയുന്ന ഒരു പയ്യൻ അപ്പം പറഞ്ഞു, ഞാൻ ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചത്, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഒരു ഫീസും കൊടുക്കാതെ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താ? അവർക്ക് കൃത്യമായ ലക്ഷ്യമില്ല ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഈ ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവരുടെ സ്കിൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അവന് മുമ്പുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അത്തരം യാത്രകൾ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ പോകണം. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ NIT കാലിക്കറ്റ്, കോഴിക്കോട് NIT-യിലൂടെ മുക്കത്തുള്ള ഒരു ക്വിസ് പ്രോഗ്രാം എടുക്കാൻ വേണ്ടി പോയത്. എൻ്റെ പേരൻസ് എന്നെ എപ്പോഴും എന്താ പറയാ എന്നെ ഭയങ്കര പുഷ് ചെയ്തിരുന്ന സംഭവം ക്വിസ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുക എന്നുള്ളത്. എനിക്കും താല്പര്യമുള്ള സംഭവമായിരുന്നു. അപ്പൊ അതല്ലെന്നില്ല അവര് നമുക്ക് ചെയ്തെന്ന വലിയൊരു എന്താ പറയാ വലിയൊരു കാര്യമായിരുന്നു. അന്ന് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് യാത്ര ചെയ്തു. ആ യാത്രയിൽ ഒരിക്കൽ NIT കാലിക്കറ്റ് പോയപ്പോൾ മനസ്സിലായി, അതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കോളേജ് തിരൂരങ്ങാടി PSMO കോളേജാണ്. തിരൂരങ്ങാടി PSMO കോളേജ് നല്ല കോളേജാണ്. ബിൽഡിങ്ങും ഒരു മുറ്റവും അവിടെ കുറെ ആൾക്കാരും എന്നുള്ളതാണ് ഒരു കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പം എന്നുള്ളത്. എന്നാൽ അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും നല്ല കോളേജ്, 250 ഏക്കറുള്ള വലിയ കോളേജ്. ഞാൻ പിന്നെ പഠിച്ചത് IIT മദ്രാസിലാണ്, 700 ഏക്കറോളം വരുന്ന കോളേജ്. അപ്പോൾ ഒരുപക്ഷെ ഒരു NIT കാലിക്കറ്റ് ക്യാമ്പസ് കാണുന്ന ഒരു കുട്ടിയായിരിക്കും മനസ്സിലാക്കുന്നത് ലോകം എന്നുള്ളത് എത്രത്തോളം വിശാലമാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇത്തരം യാത്രകളിലായിരിക്കും. ഈ യാത്രകൾ നമ്മൾ പോകണം, ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ സ്കിൽസുമായിട്ട് അവരിതിനെ കണക്ട് ചെയ്യാൻ തുടങ്ങും. ഈ സ്കിൽസുമായി കണക്ട് ചെയ്ത് അവർക്ക് ലക്ഷ്യബോധം വരും. ലക്ഷ്യബോധം വരുമ്പോൾ അതിലോട്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അവർ ചിന്തിക്കും. ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ വളരെ ജുഡീഷ്യസ് ആയിട്ട് നീതിപൂർവ്വം അവർ ഉപയോഗിക്കാൻ തുടങ്ങും. അതിനുള്ള വഴികൾ നമ്മൾ പറഞ്ഞെടുത്താൽ മതി. ഈ രീതിയിൽ കൃത്യമായിട്ട് ഓൺലൈനിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ലക്ഷ്യങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഇത്രയധികം റിസോഴ്സസ് അവൈലബിൾ ആണ്. നമ്മൾ അവെയർ ആയാൽ മതി, നമുക്കൊരു ബോധം ഉണ്ടായാൽ മതി, നമുക്കുള്ള റിസോഴ്സസ് അനവധിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ എനിക്ക് നിങ്ങളോട് ഈ ചുരുങ്ങിയ സമയത്തിൽ പറയാനുള്ള എനിക്ക് ഇത്തരം കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾ, ഞാൻ പറയുന്നതിനെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഫ്യൂച്ചർ റെഡി ആവണം. നമ്മുടെ കുട്ടികൾ 2020-കളിലോ 30-കളിലോ ജീവിക്കേണ്ടവരല്ല, 40-കളിലോ 50-കളിലോ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഈ ഫ്യൂച്ചർ റെഡി ആവണം എന്നുണ്ടെങ്കിൽ അവർ ലോകത്തിലെ ക്രിയേറ്റേഴ്സായി മാറും. ഈ ക്രിയേറ്റേഴ്സായി മാറണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്കില്ലുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് ആ സ്കിൽസ് നമ്മൾ തീർച്ചയായിട്ടും നേർച്ചർ ചെയ്യണം. അതോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. കുട്ടികളോട് ചോദിച്ചു നോക്കുക. കുട്ടികൾ ഇപ്പൊ ഞാൻ ഒരുപാട് +2 കുട്ടികളെ കാണുന്നുണ്ടെന്നോട് ഞാൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം ഇപ്പം എന്തായിരിക്കും? നീ നന്നായി പഠിക്കുന്ന ഒരു പയ്യനാണ്, നന്നായി പഠിച്ച് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ റെഡിയായി നിൽക്കുന്ന പയ്യനാണ്. നിന്റെ ഇപ്പത്തെ ആഗ്രഹം എന്തായിരിക്കും? എങ്ങനെങ്കിലും ഒരു കോളേജിൽ കയറിയിട്ട് പഠിച്ചിറങ്ങിയിട്ട് കുറെ പൈസ ഉണ്ടാക്കണം, അല്ലെ? പല കുട്ടികളുടെ ആഗ്രഹം. കുറെ കുട്ടികൾ വിദേശത്ത് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ജോലിയുടെ പഠനത്തിന്റെ കൂടെ അവർക്ക് ജോലി ചെയ്യാം, അങ്ങനെ കുറെ കാശ് ഉണ്ടാക്കാം.
ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങളുടെ കുട്ടികളെ ലോകത്തിന് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പഠിപ്പിക്കും. ലോകത്തിന് എന്തെങ്കിലും വാല്യൂ അഡീഷൻ നമ്മൾ നടത്തുക. മണി വിൽ ഫോളോ, ഫെയിം വിൽ ഫോളോ, വാട്ട് എവർ ദ നീഡ് വിൽ ഫോളോ. അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് പണമാണ് വേണ്ടതെങ്കിൽ അത്, അവർക്ക് ഒരു എന്താ പറയാ സമൂഹത്തിൽ ഒരു ബഹുമതിയാണ് വേണ്ടതെങ്കിൽ അത്, അവർക്ക് വേറെ എന്തെങ്കിലുമാണ് വേണ്ടെങ്കിൽ, പദവികളാണ് വേണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യും. ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്താൽ മതി. നമ്മുടെ സ്കിൽസ്, കുട്ടികളുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്ത് പല ആളുകളുമായി സംസാരിപ്പിച്ച്, പല ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കി, പല കോമ്പറ്റീഷൻസിൽ അവരെ പങ്കെടുപ്പിച്ച് അത് ഐഡന്റിഫൈ ചെയ്താൽ അവർ ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യുന്നവരായി മാറും. ഇതിന് നമ്മുടെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാത്രം നമ്മൾ ആശ്രയിക്കരുത്. അതിന് വേണ്ടിയിട്ട് പരമാവധി മറ്റ് അപ്സ്കില്ലിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്ത് സ്കില്ലപ്പ് ചെയ്യാനുള്ള പരമാവധി റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കണം. ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ്. എനിക്ക് തരാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് പഠനവുമായി ബന്ധപ്പെട്ട് ഇതാണ്. അതോടൊപ്പം പാരന്റ്സ് അവെയർ ആവുക. അറ്റ്ലീസ്റ്റ് പത്രത്തിൽ വരുന്ന കോളങ്ങൾ നമ്മൾ വായിക്കുക. ഒരുപാട് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുണ്ട്. നമ്മളെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സും മറ്റിനൊക്കെ അപ്പുറം ഇത്തരം ആളുകളിൽ നമ്മൾ കേൾക്കുക. കുറച്ച് പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഈ ടാങ്കിലുള്ളതാണ് അൾട്ടിമേറ്റ് പാരന്റിങ് അഡ്വൈസ്. ടാങ്കിലുള്ളതാണ് ടാപ്പിൽ വരിക. നമ്മൾ എന്തായി മാറുന്നു, അതിന്റെ ഒരു പരിച്ഛേദമായിട്ട് നമ്മുടെ കുട്ടികൾ മാറും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം നമ്മുടെ ചുറ്റുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അത്രത്തോളം ആ സാധ്യതകളിലോട്ട് കുട്ടികൾ വരും എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ചുരുങ്ങിയൊരു സമയം കൊണ്ട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളോ ചർച്ചകളോ നമുക്ക് വേണമെങ്കിൽ ആവാം. എന്തായാലും ഇത്തരം ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച ഈ ടീമിന് ലുക്മാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ. വളരെയേറെ പ്രാധാന്യം കാലത്തോടനുബന്ധിച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ തന്നു. അൽഹംദുലില്ലാ. ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അത്യാവശ്യം ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് നോട്ട് നമ്മളെ ചാറ്റിൽ കൊണ്ടുവരിക, ടൈപ്പ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിലെ ആദ്യത്തെ 2-3 ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറെ പ്രിഫറൻസ് കൊടുത്തിട്ട് ചോദിക്കുന്നതാണ്. ഇനി എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് അനുമതി കൊടുക്കാം, അവർക്ക് ചോദിക്കാവുന്നതുമാണ്. ഹൗ ടു റെഡ്യൂസ് സ്ക്രീൻ ടൈം. ഞാൻ പറയുന്നത് നമ്മൾ സ്ക്രീൻ ടൈം കുറച്ചാൽ കുട്ടികളും സ്ക്രീൻ ടൈം കുറക്കും എന്നാണ് എനിക്കുള്ളൊരു തോന്നല്. ഞാൻ എൻ്റെ അനുഭവം തന്നെ വെച്ചിട്ട് പറയാണ്. പിന്നെ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാൻ പാരന്റൽ കൺട്രോൾസിന് ഒരുപാട് ആപ്പുകൾ ഉണ്ട്. അത്ര എളുപ്പമല്ല, ഒരുപാട് ആപ്പുകൾ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന എന്താ പറയാ, ഇപ്പോ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ തന്നെ എന്റെ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഇതാണ്, ഒരു 15 മിനിറ്റ് ഒക്കെ എനിക്ക് സെറ്റ് ചെയ്ത് വെക്കും. ആ 15 മിനിറ്റ് എനിക്ക് വേറെ ആപ്പ് ഒന്നും, ഞാൻ ഒരു 15 മിനിറ്റ് ഒരു വർക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മരം ഇങ്ങനെ ഉണ്ടായി വരും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ 15 മിനിറ്റ് ബ്രേക്ക് ചെയ്താൽ ആ മരം നമ്മൾ ഇത്രയും നേരം നട്ട കുറെ മരങ്ങൾ എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പൊ കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. ഒന്നുമില്ല, വലിയ മരങ്ങളൊന്നുമല്ല, ഇതിന്റെ സ്ക്രീനിലെ മരങ്ങളാണ്. പക്ഷെ ഫോറസ്റ്റ് എന്നാണ് ആപ്പിന്റെ പേര്, ഫോർ എക്സാമ്പിൾ. ഇപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സ്ക്രീൻ ടൈമിന്റെ വിഷയത്തിൽ വേറെ വെബിനാർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ 2 ചോദ്യങ്ങൾ വന്നെടുക്കുന്നുണ്ട്. ഒന്ന്, കുട്ടികളുടെ പാഷൻ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. കുട്ടികളുടെ പാഷൻ കണ്ടെത്താൻ ആക്ച്വലി എളുപ്പ. പാഷൻ എന്നുള്ളത് അവരെന്നെ കുറെ ഐഡന്റിഫൈ. സ്കിൽസ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. സ്കിൽസ് മീൻസ് ഇറ്റ്സ് പ്രൊഫഷൻ ആക്ച്വലി, നോട്ട് പാഷൻ. പാഷൻ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. കളിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ എല്ലാവർക്കും ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനോനെ പോലെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മെസ്സിയെ പോലെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോ
അത് പറ്റിക്കോണമെന്നില്ല. അപ്പൊ പ്രൊഫഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പരമാവധി എക്സ്പോഷർ കൊടുക്കണം. പല കാര്യങ്ങളിൽ പല സംഭവങ്ങളിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് പ്രൊഫഷൻ കണ്ടെത്താൻ ചെയ്യാറ്. കുറെ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുക, പല ജോലികൾ ഏൽപ്പിക്കുക, പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ബേസിക്കലി ചെയ്യാനുള്ളത്. ഇതിനൊരു രസകരമായ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഉം. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലാസ് ടൈമിന് ഇവർക്ക് വരും, എക്സ്ട്രാ ക്ലാസ്സും ഒക്കെ ആയിട്ട്. അതോടൊപ്പം പിന്നെ വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അതും, പിന്നെ ഈ പഠിച്ചതൊക്കെ കേട്ടതൊക്കെ ഒന്നുകൂടി പഠിക്കാനുള്ള എക്സ്ട്രാ ടൈമും, ഇതിനിടയിൽ കുട്ടികൾ പാഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് പ്ലസ് ടു എത്തുമ്പോൾ കണ്ടുപിടിക്കണം എന്നല്ലല്ലോ, ഞാൻ പറഞ്ഞത് ചെറുപ്പത്തിലേ കണ്ടുപിടിക്കണം എന്നാണ്. പ്ലസ് ടു ഒക്കെ എത്തിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്ലസ് ടു ഒക്കെ എത്തിയ ബുദ്ധിമുട്ടാണ്. ഇതിന് എൻ്റെ അടുത്ത് ഉത്തരമില്ല. പ്ലസ് ടു ഈ പറഞ്ഞ പോലെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളിൽ കടന്നു പോകുന്ന കുട്ടി മാത്രമല്ല, നമ്മളോട് ആ കുട്ടിയൊക്കെ എത്രത്തോളം അടുത്തെക്കുന്നു എന്നുള്ളൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, റൈറ്റ്. ഞാൻ സജസ്റ്റ് സം ഓൺലൈൻ ആപ്സ്. ഖാൻ അക്കാഡമി കിഡ്സ് നിങ്ങൾക്ക് നോക്കാം, ഇത് ഓരോരുത്തരും ഇഷ്ടമാണ്. ലിങ്കോ കിഡ്സ് ഉണ്ട്, പിന്നെ ഡുവോലിംഗോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ പലതും ഫ്രീ ആയിട്ടുള്ള, ഡുവോലിംഗോ ഫ്രീ ആണ്, ഖാൻ അക്കാഡമി കിഡ്സ് ഫ്രീ ആണ്. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഡുവോലിംഗോ പല ലാംഗ്വേജ്, അറബി മുതൽ എല്ലാ ലാംഗ്വേജസും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന ആപ്ലിക്കേഷനാണ്. ഖാൻ അക്കാഡമി കിഡ്സിൽ മാത്സും സയൻസും അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷും ഒക്കെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. കൊടുക്കണം എന്ന് ഞാൻ പറയില്ല, നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട്, ഇതിന്റെ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ കുറച്ച് അവൈലബിൾ സംഭവങ്ങൾ പറയാം. ഓക്കെ, കുറച്ച് ഹയർ ലെവലുള്ള കുട്ടികളാണെങ്കിൽ ജിയോ ജിബ്ര ഉണ്ട്, സെറ്റ് ഉണ്ട്, എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനൊക്കെ അടുത്തൊരു ചോദ്യേ, കുട്ടിക്ക് ഓരോ കാലഘട്ടം തീരുമ്പോഴും ഓരോ അംബിഷൻസാ വരുന്നത്. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ ആവണമെന്നും നേഴ്സിനെ കണ്ട നേഴ്സ് ആവണമെന്നും പറഞ്ഞതുപോലെ ഓരോ സമയത്ത് ഓരോന്നാണ്. ഈ കുട്ടിനെ എങ്ങനെ ഒന്നിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ തന്നെ ഉറപ്പിച്ചു നിർത്തണമെന്നൊന്നുമില്ല. 13 വയസ്സായി എന്നല്ലേ പറഞ്ഞു, സമയമുണ്ടല്ലോ. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പോട്ടെ, നമുക്ക് നോക്കാലോ. കുറച്ച് കഴിയുമ്പോഴൊക്കെ നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ നമ്മൾ കുറച്ചും കൂടി കോൺവെർസേഷൻസ് നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമ്മൾ നടത്തി തുടങ്ങിയാൽ അവരും സീരിയസ് ആവും. ഇപ്പൊ നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടത്തുന്നുണ്ടാവില്ല. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ. അപ്പോൾ ഏകദേശം നല്ല ചില്ലറ ചോദ്യങ്ങൾക്ക് നല്ല രൂപത്തിൽ തന്നെ നമുക്ക് ഇതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. കേട്ടത് ഇൻഷാ അള്ളാ വെറും ഒരു ഭാഗത്ത് കൂടി ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ പുറപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഈ ക്ലാസ് എടുത്തു തരികയും നമ്മുടെ സംശയങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരം നൽകുകയും ചെയ്ത അജ്മൽക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അള്ളാ അത് നിങ്ങളുടെ ജീവിതത്തിലും കൂടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടെ നമ്മൾക്ക് ഈ ക്ലാസ് എടുത്ത് തന്ന അജ്മൽ കെയുടെ ഇൻഷാ അള്ളാ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ ഇനിയും ഇതുപോലുള്ള അവസരങ്ങളും കാര്യങ്ങളും കൊടുത്ത് ഉയർച്ചയുടെ ഉച്ചിയിൽ എത്തിക്കുമാറാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചു നിർത്തുന്നു. ഇൻഷാ അള്ളാ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനിയും നമുക്ക് വെബിനാറുകൾ വരാനുണ്ട്. ഇനിയും നമ്മൾക്ക് നമ്മളുടെ പാരന്റിങ്ങുകളും കാര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അള്ളാ ഇൻഫന്റ് നിങ്ങളുടെ ഭാഗമായിരിക്കും. എന്ത് സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്നത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ടീമായി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാ നമ്മൾ പിരിയുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.